മണ്ണാടവ് പാലം കുളനാട് പഞ്ചായത്തിനെയും തുമ്പം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇത്രയും പണി പൂർത്തീകരണമായി. ഇപ്പോൾ ഫസ്റ്റ് വഴിയാണിത്. തുമ്പം പഞ്ചായത്തിനെയും കുളനാട് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പണിയാണ്. ഉടൻ തന്നെ പൂർത്തീകരണമാവും. മുക്കാൽ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. കുളനാട് പഞ്ചായത്തിലുള്ളവർക്ക് പന്തളത്ത് പോകാനും പത്തനംതിട്ടയ്ക്ക് പോകാനും ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണിത്. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പാലമാണിത്. പത്തനംതിട്ടയ്ക്കും പന്തളത്തിനും തിരുവനന്തപുരത്തായാലും എയർപോർട്ടിലായാലും എവിടെ പോകാനും ഏറ്റവും സൗകര്യപ്രദമായൊരു പാലമാണിത്. കുളനാട് പഞ്ചായത്തിലുള്ളവർക്ക് അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട്. ഇനിയും അവിടെ കുറച്ച് ഭാഗം കൊണ്ടുണ്ട് പൂർത്തീകരണം കൊണ്ട്. ചെങ്കോലാറിന് കുറുകെയുള്ളൊരു പാലമാണിത്. പത്തനംതിട്ട ജില്ലയിലുള്ളൊരു പാലമാണിത്. തുമ്പം പഞ്ചായത്തിലും കുളനാട് പഞ്ചായത്തിലും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു പാലമാണിത്. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു പാലമാണ്. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പാലമാണിത്. ഈ പാലത്തിൻ്റെ മുകൾ ഭാഗമാണിത്. ഇതാണ് മണ്ണാടവ് പാലം. മണ്ണാടവ് പാലത്തിൻ്റെ പണി പൂർത്തീകരണമായിരിക്കുകയാണ്. മൊത്തം കഴിഞ്ഞില്ല, മുക്കാൽ ഭാഗം തീർന്നിരിക്കുകയാണ് മണ്ണാടവ് പാലത്തിൻ്റെ. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും ഒരു നല്ല പാലമാണ്. മണ്ണാടവ് പാലം കുളനാട് പഞ്ചായത്തിനെയും തുമ്പം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പാലമാണിത്. ഫസ്റ്റ് വീഡിയോയിലോട്ട് പോവാണ്. ആദ്യമേ ഇങ്ങനെ വന്ന് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പാലമാണ്. തുമ്പം പഞ്ചായത്തിനെയും കുളനാട് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്.
മുക്കാൽ ഭാഗം തീർന്നിരിക്കുകയാണ്. ഈ പാലം വന്നു കഴിഞ്ഞാൽ അക്കരെയുള്ളവർക്ക് ആശുപത്രി പോകാനും ഇക്കരെയുള്ളവർക്ക് കുളനട പഞ്ചായത്തിലോട്ട് പോകാനും കൊണ്ടും എല്ലാം ഉപകാരപ്രദമായ ഒരു പാലമാണ്. പന്തളത്തിന് പോകാനും പത്തനംതിട്ടയ്ക്ക് പോകാനും എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ പാലമാണ്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് പണിയില്ലായിരിക്കുകയാണ്.